ഹലോ എവ്രി വൺ, ഔറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, വളരെ സന്തോഷം നൽകുന്ന ഒരു ന്യൂസാണ്. അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ നേഴ്സസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും നേഴ്സസ് ആയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും നാട്ടിൽ നിന്ന് അവരുടെ സ്പൗസസ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും കുവൈറ്റ് MOHൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കുള്ള ഏറ്റവും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഡിപ്ലോമ ആയിക്കോട്ടെ, നിങ്ങൾ BSc ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ല, ഇതുവരെയും തരാതിരുന്നൊരു ഓപ്പർച്യൂണിറ്റി കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, പണ്ട് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ആളുകളെ എടുത്തുകൊണ്ടിരുന്നത് പല രീതിയിലാണ്. കുറേ ആളുകളെ അവർ ലോക്കലി റിക്രൂട്ട് ചെയ്യുമായിരുന്നു, കുറേ ആളുകളുടെ നാട്ടിൽ നിന്നും ഏജൻസികൾ വഴി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. നമുക്കറിയാം, ഏത് ഏജൻസി ആണെങ്കിലും പൈസ മേടിക്കാതെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് വളരെ ഫ്രീ ആയിട്ടാണ്. എങ്കിൽ പോലും ഈ ഏജൻസികൾ ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞ്, നമുക്കറിയാം ഒത്തിരി പേര് അവരുടെ വീടും സ്ഥലവും എല്ലാം പണയം വെച്ച് കുവൈറ്റിലേക്ക് അന്നൊരു വളരെ ട്രെൻഡായിരുന്നു. അപ്പോൾ യൂറോപ്യൻ കൺട്രികളൊന്നും ഇത്ര ഓപ്പൺ അല്ലായിരുന്നു ആ സമയത്ത്. പക്ഷേ അങ്ങനെയുള്ളൊരു സമയത്ത് കുവൈറ്റിലേക്ക് വരാൻ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. സാലറിയുടെ പാക്കേജും അതുപോലെ പല കാര്യങ്ങളും ആലോചിച്ച് അവർ കുവൈറ്റിലേക്ക് വരാൻ അവർ ചോദിക്കുന്ന, ഈ ഏജൻസി ചോദിക്കുന്ന ലക്ഷക്കണക്കിന് പൈസ കൊടുക്കാനായിട്ട് വീടും പണയവും ഒക്കെ പണയപ്പെടുത്തി വന്നിട്ടുള്ള നേഴ്സുമാരൊക്കെ ഉണ്ട് കുവൈറ്റിൽ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഏജൻസീസിൻ്റെ എല്ലാം കള്ളത്തരങ്ങൾ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കണ്ടുപിടിക്കുകയും അങ്ങനെ ഇന്ത്യയിൽ നിന്നും ഒരു റിക്രൂട്ട്മെൻറ്റ് വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ടായിരുന്നില്ല കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത്. അപ്പോൾ അവർ പാകിസ്ഥാനിൽ നിന്നും നേപ്പാളിൽ നിന്നും എല്ലാം അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും അവർ നഴ്സസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ പിന്നെ അതിനുശേഷം അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും കുവൈറ്റിലുള്ള ആളുകൾക്ക് ലോക്കലി റിക്രൂട്ട്മെൻറ്റ് അവർ ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് അവർ വളരെ കുറച്ചാണ് നടത്തുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും പുതിയൊരു ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുവൈറ്റ് MOHൻ്റെ സൈറ്റിൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പോയി നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അപ്പോൾ നിങ്ങൾ ആ സൈറ്റിൽ പോയതിന് ശേഷം നിങ്ങളുടെ CV നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. കുറേ നാളുകൾക്ക് മുമ്പ് വരെ ഒരു BSN മാത്രമായിരുന്നു കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ അവർ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് GNMകാർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ ഡിപ്ലോമക്കാരെയും BScക്കാരെയും ഈക്വലി അവർ പരിഗണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ് മതി. നിങ്ങളുടെ CV നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, അവരുടെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ വിസയുടെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വറി ആവേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ കുവൈറ്റിലുള്ളപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കുവൈറ്റിലുണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്കുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ച് നിങ്ങൾ CV അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അവർ സ്കൈപ്പ് വഴിയോ അല്ലെങ്കിൽ ഓൺലൈനിൽ അവർക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും കാര്യങ്ങളും നിങ്ങളുടെ ഇമെയിലിലേക്ക് വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലൊരു ജോലി ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ പൈസ പോലും കൊടുക്കാണ്ട് കുവൈറ്റിലേക്ക് വരാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു ഏജൻറ്റിനും പൈസ കൊടുക്കണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിസ അയച്ചു തരും. ഓൺലി തിങ്, നിങ്ങൾ CV അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ എലിജിബിളാണ്, നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾസ് വരും. ഇതൊന്നും നമ്മൾക്ക് എത്ര നാളത്തേക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ആവശ്യത്തിനുള്ള നേഴ്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ ചിലപ്പോൾ നിർത്തിവെക്കുമായിരിക്കും. കുവൈറ്റിൽ നിന്ന് ഒരുപാട് പേര് ഒരു 2-3 വർഷമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒത്തിരി പേര് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പോയ പല ആളുകളും നാട്ടിലേക്കും അതുപോലെ തന്നെ കുവൈറ്റിലേക്കും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും തിരിച്ചു വരുന്നു എന്നുള്ളതല്ല. എങ്കിലും ജോലി കിട്ടാത്തവരൊക്കെ തിരിച്ച് കുവൈറ്റിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുവൈറ്റ് അത്ര ഒരു ബാഡായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇനീഷ്യൽ സമയത്ത്, പിന്നെ പലർക്കും ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണല്ലോ. അപ്പോൾ കുവൈറ്റിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ പല പ്രോമെട്രിക് എക്സാമും ഒന്നും ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വേണം. പക്ഷേ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ആസ് ഓഫ് നൗ പ്രോമെട്രിക് എക്സാം അല്ല അവരുടെ റിക്വയർമെൻറ്റ്. നേരത്തെ കുവൈറ്റ് ഗവൺമെൻറ് അവരുടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, റിട്ടേൺ ടെസ്റ്റും, അതും പ്രോമെട്രിക് എക്സാം അല്ലായിരുന്നു. പക്ഷേ ഈ പ്രോമെട്രിക് എക്സാം
പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് മാൻഡേറ്ററി ആക്കിയപ്പോഴും കുവൈറ്റ് MOH അതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂ മാത്രമാണ്, ടെസ്റ്റ് ഇപ്പോൾ ഇല്ല. ഒരു പക്ഷേങ്കിൽ അവരിവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ടെസ്റ്റ് എന്തെങ്കിലും ലൈസൻസിന് വേണ്ടിയിട്ട് അവർ ചെയ്യുമായിരിക്കും. അതിനെക്കുറിച്ച് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം മെയിനായിട്ട് നടക്കുന്നത് ഇൻ്റർവ്യൂസാണ്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന സാഹചര്യം ഏറ്റവും പെട്ടെന്ന് തന്നെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുവൈറ്റിലേക്ക് വരണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട്, നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് കുവൈറ്റിലേക്ക് വരിക. ഇനി കുവൈറ്റ് ആണോ മറ്റ് യൂറോപ്യൻ കൺട്രീസ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ്. തിരിച്ച് നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കുവൈറ്റ് തന്നെയാണ് നല്ലതെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുകയുള്ളൂ. അല്ല, ഇനി തിരിച്ച് നാട്ടിൽ പോകാൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ യൂറോപ്യൻ കൺട്രിയിലോട്ട് പോകാൻ ട്രൈ ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് മോശമല്ലാത്ത ഏകദേശം ഒരു 650 KD-യിൽ മേളിൽ നിങ്ങൾക്ക് സാലറി കിട്ടുന്നതായിരിക്കും. ഡിപ്പെൻസ് ഓൺ യുവർ പോസ്റ്റിംഗ് എവിടെയാണ് എന്നുള്ളതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സാലറി വരിക. ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കൊരു 800 സാലറിയാണ് ഇപ്പോൾ ഫാമിലി വിസ നമുക്ക് എടുക്കാനുള്ള ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പക്ഷേങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ ചില സമയത്ത് അത് ഓരോ നിയമങ്ങളും ഇന്നും നാളെയൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചില സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ കൊറോണ കഴിഞ്ഞതിന് ശേഷം അവർ ഫീമെയിൽ ആയിട്ടുള്ള നേഴ്സസിനും അവരുടെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് അവർ പെർമിഷൻ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് വളരെയധികം ക്രൈറ്റീരിയാസ് ഉണ്ട്, നിബന്ധനകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അത് ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ സാഹചര്യങ്ങളും ചിലപ്പോൾ നിയമങ്ങളും ഒക്കെ മാറി മറിയാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫാമിലി വിസ കിട്ടിയെന്നിരിക്കും. അതാണ് പ്രസൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ആദ്യം വന്നതിന് ശേഷം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സാലറി പാക്കേജും അത്യാവശ്യം കുഴപ്പമില്ല. നിങ്ങൾ നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഉണ്ടായിരിക്കും. ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ആളുകൾക്ക് അതുപോലെ ഈ പറഞ്ഞ പോലെ ഹോസ്റ്റലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറയാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആ ഒരു വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. നിങ്ങളത് നോക്കി അപ്ലോഡ് ചെയ്യുക, നിങ്ങളുടെ CV മറ്റ് കാര്യങ്ങളൊക്കെ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.